അയ്യോ കഴിയാലും തീരെയില്ല. ഇതെന്ത് പാടാമേ? നിങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിച്ചൊക്കെ എടുക്കും. നിങ്ങൾ നല്ലതുപോലെ രണ്ടുപേരും അങ്ങോട്ട് നോക്കി. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ തന്നെ എവിടെയെങ്കിലും ചേച്ചിയുടെ സ്ഥിരം പരിപാടിയാണ്. എന്തെങ്കിലുമൊക്കെ ഇവിടെ വന്ന് എടുത്തിട്ട് പോകും. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ഒച്ചിടുമ്പോ ചേച്ചി പറയും അയ്യോ ഞാൻ കണ്ടില്ല. എന്നിട്ട് കുറച്ചേരം കഴിയുമ്പോ ലില്ലി അതവിടെ അതിന്റെ ഇടയിൽ ഇരിപ്പുണ്ടായിരുന്നു. അവര് പറയണ അയാൾ അതിലേ ഭക്ഷണം കൊണ്ടുപോകത്തുള്ളൂ. നീ എവിടെയെങ്കിലും കൊണ്ടൊന്ന് കളഞ്ഞിട്ടുണ്ടാവും, എനിക്കറിയാൻ പാടില്ല. കളയാനാണ്. എന്ത് കഷ്ടമെന്ന് പറ. നിങ്ങൾ രണ്ടുപേരും എവിടെയെങ്കിലും കയറ്റി വെച്ചിട്ടുണ്ടെന്ന് നോക്കിയാൽ എനിക്ക് അതാണല്ലോ പണി, ഫ്രിഡ്ജിൽ കയറ്റി വെക്കലല്ലേ. കനക നിന്റെ ഭാര്യനോട് മര്യാദ ഇരിക്കാൻ പറയട്ടെ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഞാനെന്താ മര്യാദയോട് പറഞ്ഞത്? അതെ, ഞാൻ ആ പാത്രം എടുത്ത് വിഴുങ്ങി തരാം. ചേച്ചി എടുത്ത് വിഴുങ്ങി. എന്റെ ഏട്ട അടുക്കളയിലിരുന്ന സുരി ചേച്ചിയുടെ പാത്രം കാണുന്നില്ല. ചേച്ചി എടുത്താന്ന് വെച്ചാ പോയാ പോയല്ല അകത്ത് കയറി. എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ചാടിത്തുള്ളി അങ്ങോട്ട് കയറി പൊക്കോളും. ഏട്ടൻ കണ്ടായിരുന്ന പാത്രം? ഏട്ടനല്ലേ പാത്രം കഴുകി വെച്ചത്? സുരി ചേച്ചിയുടെ ഒരു പച്ച അടപ്പുള്ള ഒരു പ്ലാസ്റ്റിക് വലുത് സുരി ചേച്ചിയുടെ വീട്ടിലെ പാത്രമായിരുന്നത്. എന്താടാ നീ പന്തം കണ്ട പെരിച്ചഴിയെ പോലെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്? കണ്ട എന്തെങ്കിലും ഒരു തീരുമാനം ഇപ്പൊ എടുക്കണം. ഇവിടെ കിടന്ന് ബഹളം ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഞാൻ കാര്യമായിട്ട് പറഞ്ഞേക്കാണ്. ഞാൻ എന്റെ പാട്ടിന് പോവാണ്. എന്ത് പച്ചപാത്രമല്ലേ? പച്ച അടപ്പുള്ള പാത്രം, പ്ലാസ്റ്റിക്കിന്റെ. എല്ലാ പാത്രം കഴുകിയതിന് ശേഷം തുടച്ചൊക്കെ വൃത്തിയാക്കിയ സമയത്ത് അത് അവിടെ ഇരിക്കാൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കഴുകാൻ വേത്തുണ്ട്, ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. എവിടെ എടുത്ത് മാറ്റി വെച്ചേ? പറയാൻ പാടില്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞെന്നറിയാ ചേച്ചീനെ? എവിടെയാന്ന് ചേച്ചി അടുത്തൊന്ന് പറഞ്ഞിട്ട് വരാം. എന്തുവാന്ന്? എന്താ ഏട്ടാ? ഇവിടെയാണോ കൊണ്ടുവന്ന് വെച്ചത്? അല്ല, എല്ലാം കഴുകി തീർന്ന് തുടച്ച് മുഖമൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നോക്കുമ്പോ ഇത് ഇരിക്കുന്നു. അപ്പൊ കഴുകാൻ മടിച്ചിട്ട് ഇവിടെ കൊണ്ട് വെച്ചു. ഇവിടെ കൊണ്ട് വെച്ചില്ല ഏട്ടൻ, ഇവിടെ കൊണ്ട് ഇങ്ങോട്ടൊക്കെ എടുത്ത് എറിഞ്ഞ്. എന്ത് പണിയാട്ടോ ഏട്ടൻ കാണിച്ചത്? ഇതിന് പാത്രം കഴുകാൻ പറ്റുന്നത് മടിയാന്ന് പറഞ്ഞിട്ട് എടുത്ത് എറിയാണോ ചെയ്യേണ്ടത്? വല്ലാത്തൊരു ചതിയായി പോയല്ല. ഇതിപ്പോ കിട്ടിയില്ലായിരുന്നു ഞാൻ അവരോട് എന്ത് സമാധാനം പറഞ്ഞേനെ? മേടിച്ചു കൊടുക്കാന്നാ? ഇത് വല്ലാത്തൊരു സഹായിക്കലായി പോയി. അപ്പൊ ഞങ്ങളെയൊക്കെ സമ്മതിക്കണമല്ലോ ഏട്ടാ. പാത്രം കഴുകി മടുക്കുവാണല്ലോ ഞങ്ങള്. ഇത് കാണാതെ പോയി ഗ്ലാസ് അന്ന് കാലുവായിരുന്നപ്പോ കഴിയുമ്പോ എന്റെ ദൈവമേ, എനിക്ക് വയ്യ. ഒരെണ്ണോടുണ്ട് എന്റെ കാണാതെ പോയ പാത്രങ്ങൾ. ഇതും അതെ. ദയവ് ചെയ്ത് എന്നെ സഹായിക്കാന്നുള്ള പേരിൽ ഇനി അടുക്കളയുടെ ഏരിയയിലോട്ട് പോലും ഏട്ടൻ വന്നേക്കരുത്. എനിക്ക് വയ്യെങ്കിൽ അവിടെ കിടക്കും ഞാൻ. എനിക്ക് സുഖമാകുമ്പോ എന്തെങ്കിലും വെച്ചുണ്ടാക്കി തരും കേട്ടല്ലോ. വാ.